മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃയോഗം വയനാട് മുട്ടിലിൽ പുരോഗമിക്കുന്നു. പെരിന്തൽമണ്ണയിൽ സമസ്ത നടത്തിയ പൊതുയോഗം, വഖഫ് വിഷയത്തിൽ രാഹുൽ ഗാന്ധി ചർച്ചയിൽ പങ്കെടുക്കാത്തത്, പ്രിയങ്ക ഗാന്ധി സഭയിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നത്, ഇതൊക്കെ ലീഗിൽ അമർഷം പുകയുന്ന സാഹചര്യത്തിലാണ് യോഗം. ഈ വിഷയങ്ങളൊക്കെ ഇന്നത്തെ സംസ്ഥാന നേതൃയോഗത്തിൽ ചർച്ചയാകാനുള്ള സാധ്യതയുമുണ്ട്. വിവരങ്ങളുമായി ജോഷില ചേരുന്നു. ജോഷില, എന്തൊക്കെയാണ് ഇപ്പോഴത്തെ നേതൃയോഗം സംബന്ധിച്ച്, മുസ്ലിം ലീഗിൻ്റെ നേതൃയോഗം സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? അജിംഷാദ്, ലീഗിന്റെ സംസ്ഥാന നേതൃയോഗം ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PMA സലാം, PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് മുണ്ടക്കൈ ചൂരന്മല ദുരന്ത ബാധിതർക്ക് നൽകുന്ന ഭവന സമുച്ചയത്തിലേക്ക് തറക്കല്ലിടൽ കർമ്മം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഒരു നേതൃയോഗം വിളിച്ചു ചേർത്തത്. അത് മാത്രമല്ല, ഈ ഒരു യോഗത്തിന് പിന്നിൽ ലീഗിൽ ഇപ്പോൾ ഉള്ളിലുണ്ടാകുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ, അത് വലിയൊരു പ്രശ്നമായി മാറുന്നതിന് മുൻപ് തന്നെ നേതൃയോഗം വിളിച്ചു ചേർക്കേണ്ട ആവശ്യം ലീഗിന് വന്നിരിക്കുകയാണ്. കാരണം വഖഫ് ബിൽ വലിയ വിഷയമായി നിൽക്കുന്ന സമയത്ത്, ആ ഒരു സാഹചര്യത്തിൽ വയനാടിന്റെ MP കൂടിയായ പ്രിയങ്ക ഗാന്ധി ഇതിൽ നിന്നും വിട്ടുനിന്നു, സഭയിൽ നിന്നും വിട്ടുനിന്നു എന്നുള്ളത് വലിയ വിഷയമായി ലീഗിനുള്ളിൽ പുകയുന്നുണ്ട്. അത് ഒരു തരത്തിലും ലീഗിന് അംഗീകരിക്കാൻ കഴിയാത്തതാണ്. മാത്രമല്ല, അണികളെ പിടിച്ചു നിർത്തേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇത് പരസ്യമായി പറയാൻ, ഈ അമർഷം പരസ്യമായി ില്ല എന്നുള്ളതാണ് മറ്റൊരു വിഷയം. എന്നാൽ പോലും ഇത് ഇന്നത്തെ നേതൃയോഗത്തിൽ ചർച്ച ചെയ്യപ്പെടും. എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ള കാര്യത്തിൽ ചർച്ച ചെയ്യപ്പെടും. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി ഈ ബില്ലുമായി ബന്ധപ്പെട്ട് ചർച്ചയിൽ പങ്കെടുത്തില്ല എന്നുള്ളതും ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമാണ്, അപമാനകരമാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസുമായുള്ള ബന്ധം അത് മറ്റ് അണികളുമായി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ലീഗിന് ഏറെ പണിപ്പെടേണ്ടി വരും. അതുകൊണ്ട് തന്നെ ലീഗ് ഇന്ന് സംസ്ഥാന നേതൃയോഗം ഇത് ചർച്ച ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശരി ജോഷില.